നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും ഇടവന വേദ സെന്ററിലേക്ക് സ്വാഗതം. പുണർതം നക്ഷത്രക്കാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ വർഷം വേണ്ടതെന്ന് വെച്ചാൽ സമാധാനത്തോടു കൂടി ഏകാഗ്രതയോടുകൂടി ജോലി ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിജയം ഈ വർഷത്തിൽ ലഭിക്കുകയുള്ളൂ. ഇവർ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നല്ലൊരു പാവമായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല സഹകരണം നമ്മുടെ സുപ്പീരിയേഴ്സിൽ നിന്നും കൊളീഗ്സിൽ നിന്നും കിട്ടുകയും ചെയ്യും. നല്ല ഉയർച്ചയിലേക്ക് നമ്മുടെ കരിയർ എത്തിപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് ഈ വരുന്ന ഒരു വർഷം. കുടുംബത്തിന് നല്ല സന്തോഷമൊക്കെ വർദ്ധിച്ച നല്ലൊരു സമയമായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വാക്കുകൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുടുംബസ്വത്തൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പബ്ലിക് പ്ലേസിൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ. ബിസിനസ്സൊക്കെ വർദ്ധിച്ചു വരും. ശ്രദ്ധിക്കേണ്ട ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ച് തരംതിരിച്ച് തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെ ഹാർംഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ലൈഫിലും വരാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സമാധാനമായിട്ട് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഉയർച്ച ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യണം. ആർട്ടായിട്ടും ക്രിയേറ്റീവായിട്ടും ജോലി ചെയ്യുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. പക്ഷേ ഒരു അല്പം സ്ലോ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഈ നക്ഷത്രക്കാർക്ക് നല്ലൊരു ഓർമ്മശക്തിയൊക്കെ കൂടി എക്സാമിൽ പരീക്ഷയിൽ നല്ല വിജയം കൈവരിക്കാനും നല്ലൊരു സമയം കൂടിയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മോശമല്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ളൊരു ഡിപ്രഷൻ, സൈനസൈറ്റിസ് ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വേണ്ട ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ എടുക്കേണ്ടതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.